ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിവാദമായി ബി.ജെ.പി. നേതാവ് വി മുരളീധരന്റെ പരാമർശം. നാട് മൊത്തം ഒലിച്ചുപോയില്ലല്ലോ, 3 വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചുപോയതെന്ന പരാമർശമാണ് വിവാദമായത്. കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്, നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എന്റെ സുഹൃത്തെ, നിയമം, നാട്ടിലെ നിയമം. പരാമർശത്തിനെതിരെ CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തി. മുരളീധരന്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, ഖേദകരമാണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചെന്ന് വ്യക്തമാക്കാൻ മുരളീധരൻ തയ്യാറാവണം. ഇത് കേരളത്തിലുള്ള രാഷ്ട്രീയ വിവേചനമാണ്. രാഷ്ട്രീയ വിവേചനം കൊണ്ട് കണ്ണു കാണാത്ത രീതിയിലാണ് വായി തോന്നുന്നത് വിളിച്ചു പറയാൻ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് തയ്യാറാവുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് മലയാളികളെ അപമാനിക്കുന്നതാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. സ്റ്റേറ്റ്മെൻറ്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുക. ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ? മരിച്ചവർ മനുഷ്യരല്ലേ? പരിക്ക് പറ്റിയവർ മനുഷ്യരല്ലേ? അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ? BJPയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തും ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക്. സുർജിത്ത്, വയനാടിനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നിരാശയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ വി മുരളീധരന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി വരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു പരാമർശത്തെ വയനാട്ടിലെ ജനങ്ങൾ അവർ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും മുരളീധരന്റെ പരാമർശങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് 3 വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചുപോയത്, വയനാട് മൊത്തത്തിൽ ഒലിച്ചുപോയിട്ടില്ലോ എന്നുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ വിമർശനം ഉയരുന്നത്. ടി സിദ്ദിഖ് MLA ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ടി സിദ്ദിഖിനൊപ്പം മുൻ MLA കൂടിയായിട്ടുള്ള CK ശശീന്ദ്രനും ഇതേ നിലപാട് ആവർത്തിച്ചു. അതായത് ഇടതുപക്ഷവും UDF-ഉം ഒരുപോലെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇത് വലിയ രീതിയിലുള്ള വിവാദവും ആയിട്ടുണ്ട്. പലരുടെയും പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? വി മുരളീധരന്റെ പ്രസ്താവന വയനാട് ജില്ലയിലെ മൊത്തം ജനങ്ങളെ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വി മുരളീധരൻ ഇന്ന് നടത്തിയിട്ടുള്ളത്. വയനാടും ലോകവും പിന്നെ ഈ രാജ്യവും വളരെ ഭീകരമായി കണ്ട ഒരു ദുരന്തമാണ് കഴിഞ്ഞ ആഗസ്റ്റ് മാസം 30-ാം തീയതി നടന്നത്. വയനാട്ടിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോയി, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട്, കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതിന് പരിഹാരം കാണുന്നതിന് പകരം വാചകമടിച്ച് നടക്കുന്ന ഒരു പ്രവണതയാണ് വി മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി വി മുരളീധരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് 3 വാർഡുകൾ മാത്രമാണ് ഒലിച്ചുപോയത്. അത് യാഥാർത്ഥ്യം കൂടിയല്ലേ? 3 വാർഡുകൾ ഒലിച്ചുപോയി എന്നതല്ല ഇതിലെ യാഥാർത്ഥ്യം വയനാട്ടിൽ സംഭവിച്ചത്. വയനാട്ടിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മൊത്തം ദുരന്തങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഇത്രയും ആളുകൾ മരിച്ച ഒരു ദുരന്തം, ഇപ്പോഴും 50-ൽ കൂടുതൽ ആളുകളെ മൃതദേഹങ്ങൾ ലഭിക്കാത്തൊരു ദുരന്തം, ഇത്രയും വലിയൊരു ദുരന്തത്തെ ഇത്രയും മോശമായ രീതിയിലൊക്കെ ഒരു നേതാവ് പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് അവിടെ നിന്ന് ദുരന്തമുഖത്തുണ്ടായിരുന്നവരെ പുനരധിവസിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിലെ 8, 9, 10 ആളുകൾ മരിച്ചുപോയി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരെ എങ്ങനെ പുനരധിവസിക്കും എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഇങ്ങനെ എന്താ പറയുക, ആക്ഷേപിച്ചുകൊണ്ട്, വയനാട്ടിലെ ജനതയെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനയൊന്നും നടത്താൻ പാടില്ല. ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്, വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് പണമാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പുനരധിവാസം നടക്കുള്ളൂ. സർക്കാരിന് ഇതുവരെ സ്ഥലം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരിപ്പോഴും പല ആളുകൾ പല സ്ഥലത്തായിട്ട് പല വീടുകളിലായിട്ട് താമസിക്കുകയാണ്. അവരെല്ലാം ഒന്നിപ്പിച്ച് ജീവനോടെ ഉള്ള ആളുകളെ കൃത്യമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ താമസിപ്പിക്കുക എന്നുള്ളത്, അതിന് പണം വേണം. ഇന്നത്തെ ഹർത്താല് ഒരു വിജയമല്ല എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു പരാമർശം കൂടി ഒരിക്കലും ഹർത്താലൊക്കെ വയനാട്ടിലെ ഓരോ ജനങ്ങളും പൂർണ്ണമായി ദുരന്തമുഖത്ത് നിന്ന് ഇപ്പോഴും കരകയറിയിട്ടില്ലാത്ത ഒരു ജനതയോടാണ് ഒരു നാട് മൊത്തം ഒലിച്ചു പോയില്ലല്ലോ, 3 വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചു പോയതെന്ന വി മുരളീധരന്റെ പരാമർശം. കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു വി മുരളീധരന്റെ ഇന്നത്തെ പ്രതികരണം.